ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സീരിയൽ ആക്ടറാണ്, ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റാണ്, ഒരു ആങ്കറാണ്, ഒരു ഡാൻസറാണ്. സോ വിത്ത് ഓൾമോസ്റ്റ് വെൽക്കം നവനീത് സജു. വെൽക്കം ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. കുറേ നാളായില്ലേ കോളേജിലേക്ക് ഇറങ്ങിയിട്ട്? ഏകദേശം ഒരു വർഷം മുകളിലായി തോന്നുന്നു. ചേട്ടൻ 2015-17 ബാച്ചല്ലേ? അതെ. ഇന്ന് ആ ഒരു 10 ഇയർ ഓൾമോസ്റ്റ് ആയി. 10 ഇയറിന് ശേഷം കോളേജിലേക്ക് വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ ക്യാമ്പസ് വന്നു, തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ കുറേ വ്യത്യാസങ്ങൾ, ഒരുപാട്. വാട്ട് യു ഫീൽ നൗ? കുറച്ചും കൂടി എന്താ പറയുക, ഗ്രീനറി കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും നിങ്ങളതിന് എന്തെങ്കിലും ബാക്കപ്പ് കാണുമെന്ന് എനിക്കറിയാം. സ്റ്റിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ചേഞ്ച് ആവണമല്ലോ. ചേഞ്ച് ഈസ് ഇൻഎവിറ്റബിൾ. അപ്പോൾ എന്തായാലും ചേഞ്ച് വേണം. പുതിയ കോഴ്സുകൾ വരുന്നു, പുതിയ പ്രോഗ്രാംസ് വരുന്നു, കുട്ടികൾക്കായിട്ടുള്ള പുതിയ സ്കീംസ് വരുന്നു. അപ്പോൾ എങ്ങനെയായാലും കോളേജ് ഓൾസോ ഷുഡ് ചേഞ്ച്. അപ്പോൾ അത് നല്ല കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടൻ്റെ സ്ഥലം ലേക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല സ്റ്റോറികളിലും ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിലൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ കൂടുതലും ലേക്യുവിലുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. ലേക്യുവിനെ പറ്റി ചേട്ടന് എടുത്തു പറയാനുള്ള എന്തെങ്കിലും കാണുമല്ലോ? അത് ഈ ഒരു ചോദ്യം ഇവിടുത്തെ ഏതൊരു സ്റ്റുഡൻറ്റിനോടോ ഒരു ടീച്ചറിനോടോ ചോദിച്ചാൽ അവർ പറയും ഓഫ് കോഴ്സ് ലേക്ക് വ്യൂ ആണ്. കാരണം അത്രയും ഒരു ഫ്രഷ്നെസ് കിട്ടുന്നൊരു സ്ഥലം. നമ്മൾ ഈ ക്ലാസ് ആയാലും ബാക്കി എന്ത് പ്രോഗ്രാംസ് ആയാലും ശരി, അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു ബ്രിസ്ക് വാക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പം ലേക്ക് വ്യൂ നല്ലൊരു പ്ലേസ് തന്നെയാണ് അതിന്. അപ്പോൾ അത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത ഒരു ടൈം എന്നെ ഇപ്പോൾ ഒരു പരിധി വരെ എന്നെ ഞാനാക്കിയത് SH എന്ന് തന്നെ ഞാൻ പറയും. ഓഫ് കോഴ്സ്. അപ്പോൾ എനിക്ക് കലാപരമായിട്ട് ഇപ്പോൾ ജേർണലിസം ആയിരുന്നു ഇവിടെ, സ്റ്റിൽ കലാപരമായിട്ട് കുറച്ചും കൂടി അതിനോട് സ്റ്റിക്ക് ഓൺ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയത് സേക്രഡ് ആർട്സ് കോളേജാണ്. അപ്പോൾ ലേക്ക് വ്യൂ എന്ന് പറയുന്നത് അതിലൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് എൻ്റെ കോളേജ് ലൈഫിലും എൻ്റെ മെമ്മറീസിലും എല്ലാം. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ചേട്ടൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിൽ SH തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്? SH ഓഫ് കോഴ്സ് എൻ്റെ കോണ്ടാക്ട്സ്, എക്സ്പോഷർ. ഞാൻ 2009 ഒരു പാസിംഗ് ഷോട്ട് ഒരു സിനിമ ചെയ്യും. അതിനുശേഷം സ്കൂൾ ജീവിതത്തിൽ അതിനെപ്പറ്റി ട്രോളുകൾ, അത് ഒരിടത്തൊരു പോസ്റ്റ് പറഞ്ഞൊരു പടം, കുഞ്ചാക്കോ ബോബൻ സാർ അഭിനയിച്ച പടം. അപ്പോൾ ഷാജി SCK ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്കന്നറിയില്ല, ഔട്ട് ഓഫ് ഫോക്കസ് കാര്യങ്ങളൊന്നും അറിയില്ല, ടെക്നിക്കലി ഒന്നും നമുക്കറിയില്ല. സ്കൂൾ ജീവിതത്തിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുകയും അവസാനം എല്ലാവരും പടം കണ്ടപ്പോൾ പടത്തിലില്ല. പിന്നെ ഭയങ്കര ട്രോളുകളായി. അത് പക്ഷേ ഭയങ്കരമായിട്ട് ഉള്ളിലൊരു തീയായി മാറിയെന്ന് പറയാം. അങ്ങനെ 2015 ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയം, കറക്റ്റ് പറഞ്ഞാൽ പ്രേമം സിനിമയൊക്കെ റിലീസ് ആ വീക്കിലാണ് ഇവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ബാക്കി അറിയാലോ, എൻ്റെ ബാച്ച്മേറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഇപ്പം MCJക്കൊപ്പം തന്നെ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായാലും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പോഷർ ഇവിടെ നിന്ന് എനിക്ക് കുറച്ചുകൂടി, കൊച്ചിയാണ്, ഒരുപാട് ഓഡീഷൻസും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ്. കോളേജായാലും നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷറായി, കോണ്ടാക്ട്സ് ഓട്ടോമാറ്റിക്കലി ബിൽഡപ്പായി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാനിപ്പം സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ താമസമൊക്കെ. പേയിങ് ഗസ്റ്റ് ഇവിടെ തേവര തന്നെയായിരുന്നു താമസം. അതെ. അപ്പോൾ ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട് വരുന്നവരായാലും ശരി, അവിടെ ഉള്ളവരായാലും ശരി, ഭയങ്കരമായിട്ട് ഇപ്പം ആശ മാമൊക്കെ തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു ആൾ തന്നെയാണ്. അപ്പോൾ അന്ന് ഒരു പക്ഷേ നമുക്ക് MCJ എന്നുള്ള കോഴ്സ് എടുത്തു, സ്റ്റിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ അതിനൊപ്പം തന്നെ നമ്മുടെ ടേസ്റ്റ് എന്താണോ അങ്ങോട്ടേക്ക് ഉള്ളൊരു ചായ്വ്, അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ഒരുപാട് ക്യാമറയും കൊണ്ട് നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസും ഒക്കെ ആയാലും. അപ്പോൾ അങ്ങനെ ആണ് പിന്നെ അങ്ങോട്ട് പിന്നെ സിനിമകളുടെ ഓഡീഷനിൽ സജീവമായിട്ട് പോകാൻ തുടങ്ങി. എൻ്റെ 44ാമത്തെ ഓഡീഷൻ അങ്ങോട്ടായിരുന്നു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ സിനിമ. അതിന് മുമ്പായിട്ട് ക്യൂൻ എന്ന് പറഞ്ഞ സിനിമയിൽ DO ജോസേട്ടൻ്റെ പടത്തിൽ ഞാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പടം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിലുണ്ടായിരുന്നു. ആ സിനിമയിൽ നമ്മുടെ കോളേജിൽ വേറെ 3-4 പേരുണ്ടായിരുന്നു അല്ലേ? അതെ, വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതെ. പിന്നെ മുന്നോട്ടുള്ള ലൈഫിൽ പലരും സ്പ്ലിറ്റ് ആയി പോയി, പല മേഖലയിലേക്കൊക്കെ പോയവരുണ്ട്. ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് വികൃതിയുടെ ഡയറക്ടർ ജോസഫ് സാർ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ഷൈൻ ടോം ചാക്കോ ചേട്ടൻ്റെ കൂടെ ചെയ്യുന്നത്. അതിൽ നമ്മുടെ അമ്പാനൊക്കെ ഉണ്ടായിരുന്നു, അതിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെയൊക്കെ തുടക്കം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ടുള്ള വഴിത്തിരിവായി. ആ ഷോർട്ട് ഫിലിം പെട്ടി 6 ഫീറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പേരക്കാൻ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ സാർ തന്നെ ഡയറക്റ്റ് ചെയ്തത്. അതിന് വികൃതി ഇപ്പം മീശ എന്ന് പറഞ്ഞ പടം പുതിയതായിട്ട് സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പതിയെ സിനിമയിലേക്കുള്ള ഒരു ഇതും കൂടി ഓക്കെ, ഒരു എന്താ പറയുക, നമുക്ക് അത് ഭയങ്കരമായിട്ട് മൈൽ സ്റ്റോണായി. ഓഡിഷൻസ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രിയേറ്റീവ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ, വർക്ക് ലൈഫും ഇതും കൂടി ബാലൻസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. നമുക്ക് അവിടെ വിളിക്കുമ്പം സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാറില്ല മിക്കപ്പോഴും. പക്ഷേ സ്റ്റിൽ നമ്മളെ കൊണ്ടാവുന്ന പോലെ തന്നെ വീക്കെൻഡ്സിലും അല്ലെങ്കിൽ സമയം കണ്ടെത്തിയും ഓഡീഷൻസിനൊക്കെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഓക്കെ,
സോ അങ്ങനെയാണ് ലാസ്റ്റ് എംഡൻ പ്രേമതിലെത്തുക. വിഷു ചേട്ടനും അതിൻ്റെ ഡയറക്ടർ നൗഫലിക്കയും ഒക്കെ തന്നെയായിരുന്നു, ബിനു തൃക്കാക്കര ചേട്ടനും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഓഡിഷൻ നടത്തിയത്. അങ്ങനെ പിന്നെ അതിന് ശേഷം കാര്യം പറഞ്ഞാൽ കോവിഡ് ഭയങ്കരമായിട്ട് ബാധിച്ചു. സൂൺ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ വർഷം തന്നെ ലാസ്റ്റാണ് കോവിഡ് പയ്യെ ആയി തുടങ്ങുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ വന്നുകൊണ്ടിരുന്ന വർക്കൊക്കെ കോവിഡ് കാരണം ബാധിച്ചു, മിസ്സായിപ്പോയി. പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, ഈ സീരിയലിലേക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നു കേട്ടത്. അങ്ങനെ ആക്ച്വലി ജേർണലിസം ആണല്ലോ പഠിച്ചത്. അതെ അതെ. എന്തുകൊണ്ട് അപ്പം MA CTV സിനിമ ടെലിവിഷൻ പഠിക്കാൻ? അതിൽ 2 ഫാക്ടറുണ്ട്. അതിന് സെമസ്റ്റർ ഫീസ് കൂടുതലായിരുന്നു, അത് വേറെ കാര്യം. ജേർണലിസം കമ്പാരിറ്റീവ്ലി ഒന്ന് കുറവായിരുന്നു. പക്ഷേ ജേർണലിസം വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക, അമ്മ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു. അമ്മ ഒരു ന്യൂസ് റീഡർ ആയിരുന്നു അവിടെ. ചേട്ടൻ ആക്ച്വലി നവോദയയിലല്ലേ പഠിച്ചത്? അതെ, ജവഹർ നവോദയ വിദ്യ. ടിൽ 12th വരെ. സാധാരണ നവോദയയിലൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര പഠിപ്പിക്കലായിരിക്കും, ഒടുക്കത്തെ പഠിപ്പിക്കലായിരിക്കും. മോസ്റ്റ്ലി അവരൊക്കെ ഭയങ്കരമായിട്ട് അവരെന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടൻ്റെ സിസ്റ്റർ തന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറാണ്. ചേച്ചി നവോദയയിലാണ് പഠിച്ചത്. എൻ്റെ യങ്ങർ സിസ്റ്ററാണ്. ആള് നവോദയയിലല്ല പഠിച്ചത്, ആള് വലിയ ഡോക്ടറാണ്. നവോദയയിലൊക്കെ പഠിക്കുന്നവർ നോർമലി അവരുടെ പേരൻസിനൊക്കെ പിള്ളേരെ പറ്റി ഭയങ്കര പ്രതീക്ഷ ഉണ്ടാവും. അവർ പഠിക്കുന്ന ഒരു MBBSന് പോകുന്നു, അല്ലെങ്കിൽ എഞ്ചിനീയറിങ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നു, ആ ഒരു ഏരിയയിൽ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നവോദയ പഠിച്ചവരെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലേക്ക് മാറിയതിൻ്റെ റീസൺ എന്താണ്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എൻ്റെ സീനിയർ ആയിരുന്നു ഹക്കീം ഷാ. ആള് ഇപ്പോൾ അറിയാലോ, ആള് നല്ലൊരു രീതിയിൽ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് അവിടെ നിന്ന് തന്നെ ഉള്ളവരുണ്ട്. എവിടെ നമ്മൾ ഗ്രൂം ചെയ്താലും ശരി, അതെ എവിടെ നമ്മൾ ഗ്രൂം ചെയ്താലും നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് പോകാനായിട്ട് ഒന്നും നമുക്ക് ഹഡിൽസായിട്ട് മാറുന്നില്ല. ഓക്കെ, അവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് കൊണ്ട് നമ്മളങ്ങനെ ആയെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വളരെ ചെറിയ സ്കൂളുകളിൽ പഠിച്ചു വന്ന് വലിയ നിലയിലായ ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ തള്ളിക്കളയാനോ ഒക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാനും പറ്റത്തില്ല. നവോദയയിൽ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് എന്ന് മാത്രം നമുക്ക് പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, നവോദയയിലേക്ക് പഠിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ജോബ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ജൂനിയേഴ്സ് ഞാനിവിടെ പഠിച്ച സമയത്ത് പലരും ആ നവോദയയിൽ നിന്ന് വന്നു ക്ലാസ്സിൽ A+ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് നടക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരിയർ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പിള്ളേരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, കൂടുതലും ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആരോട് ചോദിച്ചാലും ആദ്യം അതേ പറയാം. ആർക്കും കലാപരമായിട്ടുള്ള രംഗത്തേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഡോക്ടറാകാൻ പഠിച്ചാൽ അങ്ങനെ ആവാൻ പറ്റുമായിരിക്കും. ഇപ്പം ലോ പഠിച്ചു കഴിഞ്ഞാൽ ലോയർ ആകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു കല നമ്മൾ പഠിപ്പിക്കാൻ അങ്ങനെ പറ്റിയല്ല. നമ്മളത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അതിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല നമ്മളങ്ങനെ അവിടെ എത്തിപ്പെടും എന്നുള്ള കാര്യമൊന്നും. ഇപ്പോൾ ഒരു സിനിമയായാലും അതിനകത്ത് ഒരുപാട് പേര്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് ആ സിനിമ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ അത് ആ ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് ആ എൻഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് ആണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. തുടങ്ങി വെച്ചതുകൊണ്ട് ഒരിക്കലും അവിടെ എത്തിപ്പെടണമെന്നില്ല. അതാണ് ബാക്കിയുള്ള ഈ പറഞ്ഞ കരിയർ ഷിഫ്റ്റിലേക്കുള്ള ഒരു എന്താ പറയുക, അത് വ്യത്യാസം അതാണ് ശരിക്കും. അവർക്ക് അതിലെത്തിപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഹഡിൽസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു പരിധി നല്ല മാർക്ക് മേടിച്ചാൽ നല്ല പ്ലേസ്ഡ് ആയാൽ ഒരുപക്ഷെ അവർക്ക് ആ ജോലിയിലേക്ക് എത്തിപ്പെടാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് കടമ്പകളുണ്ട്. ഭാഗ്യം ഒരു ഫാക്ടറാണ്, ഓഫ് കോഴ്സ് ആണ്. നമ്മൾ പിന്നെ എന്താ പറയുക, സ്കിൽസ് നമ്മൾ ഡെയിലി ഗ്രൂമപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കരിയറിൽ നമ്മൾ കല സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓൾസോ ഒരു മിഡിൽ ക്ലാസ് ബോയെ സംബന്ധിച്ച് കലാപരമായ ലൈഫ് ഭയങ്കര ഒരു എന്താ പറയുക, അത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണത്. കാരണം ഞാനൊരു ആസ് എ മിഡിൽ ക്ലാസ് ബോയ്, അത് അവിടുത്തെ മൂത്ത കുട്ടിയുടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഇച്ചിരി ടഫാണ് ആ മേഖലയിലേക്ക് പോകാനായിട്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വന്നു തരും. അപ്പോൾ അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഓക്കെ, അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ? ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് അതുപോലെ തന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്കൊരു യങ്ങർ സിസ്റ്ററുണ്ട്. ഓൾസോ ഫാമിലിയുടെ കാര്യങ്ങളായാലും ഇപ്പം അച്ഛനായാലും ഒരു ഡെയിലി ബേസിന് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അമ്മയ്ക്കായാലും കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കോവിഡിന് ശേഷം ആയാലും ഭയങ്കരമായിട്ട് ബാധിച്ചു. അപ്പം എങ്ങനെയായാലും എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് നോക്കേണ്ടത്. എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമുക്ക് ആരെയും അത് ബ്ലെയിം ചെയ്യാൻ ഒന്നും പറ്റില്ല. അപ്പോൾ അത് എന്താ പറയുക, അവരുടെ ഒരു മൂത്ത കുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ആ റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡ്രീംസ് അതപ്പുറത്ത് നിൽക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഒരുപാട് തള്ളി പറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓഡീഷൻസിന് പോകുമ്പോൾ നമ്മൾ അത്രയും ഡ്രീമോടെയാണ് അവിടെ ചെല്ലുന്നത്. ഓക്കെ, അല്ലെ, അറിയാലോ. അപ്പോൾ ഒരുപാട് പേര് അപ്പം അവരെല്ലാം പോലെ തന്നെ ഞാനും ഒരുപാട് ഓഡീഷൻസിന് പോയി അവിടെ നിന്ന് ആട്ടി വിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയത്തില്ല എവിടെ എത്തിപ്പെടും എന്നുള്ളത്, നമുക്കറിയത്തില്ല. ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
എപ്പോഴെങ്കിലും ലൈം ലൈറ്റിലേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ്, ആ ഹോപ്പാണ്. അത് പോയാൽ പോയി, ആ ഹോപ്പോടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം യമണ്ടൻ പ്രണയകഥയിൽ കുട്ടിലല്ലു ദുൽഖറിൻ്റെ ഒരു ചെറിയ കാലത്തെ കഥാപാത്രം, അതെ അതെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി ക്യൂൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു കോൺടാക്റ്റിലെ ഒരു വ്യക്തിയാണ് എനിക്ക് ആ ഒരു സിനിമയിലേക്കുള്ള ഒരു വഴി കാണിച്ചു തന്നത്. അദ്ദേഹം അത് ആ സിനിമയുടെ തന്നെ ഈ യമണ്ടൻ പ്രേമകഥ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിന് എൻ്റെ നമ്പർ കൊടുക്കുകയും അതിനുശേഷം എൻ്റെ ഫോട്ടോസ് കാണുകയും അപ്പോൾ ഞാൻ വേറൊരു പടത്തിൻ്റെ ലുക്കിലായിരുന്നു ആക്ച്വലി. ആ പടം എന്തോ നടന്നില്ല അത്. അപ്പോൾ അത് പിന്നെ എന്നെ വിളിച്ച് ഓഡിഷൻസ് നടത്തുകയാണ് പിന്നെ ചെയ്തത്. ഒരുപാട് പേരെ ചെയ്തിരുന്നു, ആ കൂടെ തന്നെ എന്നെ ഓഡിഷൻ ചെയ്തു. അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ പറഞ്ഞ പോലെ വിഷ്ണു ചേട്ടനൊക്കെ ആയിരുന്നു അന്ന് ഓഡിഷൻ നടത്തിയിരുന്നത്. അത് ചെയ്തപ്പോൾ ദുൽഖറിൻ്റെ ഒരു ചെറുപ്പക്കാലം കാണിക്കാൻ ഞാൻ ആപ്റ്റാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ മരണം വരെ അത് എന്നായാലും അത് ടി വിയിലായാലും എവിടെയും അത് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് വലിയൊരു ലക്കായിട്ട് തന്നെ ഞാൻ കാണും. DQ പിന്നെ കണ്ട് സംസാരിച്ച അതിന് ശേഷം ആളെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാക്കപ്പ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഈ സിനിമയുടെ തന്നെ ക്ലൈമാക്സ് ഫൈറ്റ് സീനിൻ്റെ ഷൂട്ടിൻ്റെ ടൈമിലാണ് ആളെ ഞാൻ മീറ്റ് ചെയ്യുന്നതും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയും ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് എന്താ പറയുക, ഇവിടെ നമ്മുടെ SH കോളേജിൽ തന്നെ ഷൂട്ട് നടക്കുന്ന സമയത്ത് വേറൊരു പടത്തിൻ്റെ എനിക്കന്നിവിടെ ആളെ മീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. ഓക്കെ, പക്ഷെ ഒരിക്കലും സോളോയുടെ ഷൂട്ടിൻ്റെ സമയത്ത്. പക്ഷെ അതിന് ശേഷം ഇങ്ങനൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ വന്നു ചേർന്നതാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരുപാട് ഇപ്പം എന്താ പറയുക, DQ ഫാൻസിൻ്റെ സൈഡിൽ നിന്നാലും ശരി, മൊത്തത്തിൽ ഓഡിയൻസിൻ്റെ സൈഡിൽ അത് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള ഒരു പോക്കിനിടയ്ക്കാണ് ഈ കോവിഡ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഒരുപാട് പ്രോജക്ട്സ് മിസ്സായി ആ ഒരു ടൈമിൽ. ഓക്കെ, പിന്നീട് ഇങ്ങോട്ട് സീരിയലിലേക്കുള്ളൊരു സീരിയൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഈ പറയുന്ന പോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇൻഫോപാക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു ഡേ എനിക്കൊരു കോൾ വരികയാണ് ഇങ്ങനെ എൻ്റെ കൺട്രോളിൻ്റെ അടുത്തുനിന്ന് തന്നെ. അപ്പോൾ ഞാൻ ഓൾറെഡി ഭീമ ജുവൽസിന് വേണ്ടി ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു കോൺടാക്റ്റാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ആ ഒരു ചെയിനിൽ നിന്നാണ് എൻ്റെ നമ്പർ ഇങ്ങോട്ടേക്ക് ഷെയർ ആവുന്നു. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് ഷൂട്ട് തുടങ്ങിയേ പറ്റൂ, അത്രയും ക്രിട്ടിക്കലാണ്, എപ്പിസോഡ്സ് ഇല്ല, കാര്യങ്ങൾ പറഞ്ഞവർ. ഞാൻ അവിടെ തന്നെ ട്രിവാൻഡ്രത്തിന് പോവുകയും ഇമ്മീഡിയറ്റ് ഇത് വന്നത് അതിൽ ചില കാരണങ്ങൾ എനിക്ക് തോന്നുന്നു ഹീറോ റീപ്ലേസ്ഡ് ആയി അങ്ങനെ ഞാൻ അതിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് ആപ്റ്റായിട്ട് തോന്നി. അവർ ചെന്നതും ക്യാമറ വെച്ചു നോക്കി, ഒരു ഇനിഷ്യൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയി. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഷൂട്ടിലേക്ക് പോയി. അതാണ്. പിന്നെ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്. ഒരു റണ്ണിങ് ആയിട്ട് ഇരുന്നിരുന്ന ഒരു സീരിയലിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേക്കും അത് ഓഫ് കോഴ്സ് ചലഞ്ചസ് ഉണ്ടാവും. ബട്ട് നമ്മൾ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ നല്ലതെങ്കിൽ നല്ലതെന്നൊരു പറയും, മോശമെങ്കിൽ മോശം എന്ന് പറയും. എത്രയായാലും നമ്മളത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പം മീഡിയ രണ്ടിലും ചെയ്തപ്പം അതിലൊരു ആക്ടർ ഷിഫ്റ്റ് വന്നെന്ന് പറഞ്ഞല്ലോ, ഒരു സഞ്ജു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന ആൾ മാറി, പിന്നീടാണ് നിങ്ങൾ വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ചേഞ്ച് വന്നപ്പോൾ ഒരുപാട് പ്രേക്ഷകർ സ്വീകരിക്കാണ്ടിരിക്കുകയും ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. അതിനോട് എങ്ങനെയായിരുന്നു പ്രതികരണം? അതിന് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. കാരണം ഒരിക്കലും ഇപ്പം എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് വന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യുക എന്നുള്ളത് എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. ഓക്കെ, ഞാനത് വൃത്തിയായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ അവർക്കുള്ള അഭിപ്രായം അത് അവരുടെ അഭിപ്രായങ്ങളാണ്, നമ്മളത് സ്വീകരിക്കുക. ഇപ്പം കലാപരമായ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ തരത്തിലുള്ള കമൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതേസ് ഈ പണിക്ക് പോകരുത് സത്യം പറഞ്ഞാൽ. അവരെന്ത് പറയുന്നുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അതവർ പറയട്ടെ, ലഡം. അത് നമുക്ക് ആ രീതിയിൽ എടുക്കുക. നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് അതിന് പ്രകാരം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അറിയാലോ. അപ്പോൾ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് മാത്രം കാണുന്നു. അത് അങ്ങനെ അതാണ് നല്ലത്, നമുക്ക് നമ്മുടെ ഗ്രോത്തിന് എപ്പോഴും അത് നല്ലതാണ്. ആക്ച്വലി സിനിമ സീരിയൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സീരിയലിൻ്റെ ഷൂട്ടുകൾ നോർമലി കുറേ ദിവസങ്ങളിൽ നീണ്ടു പോകാറുണ്ടല്ലോ. അപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും അവധി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്ന ഫേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ കലാപരമായ ലൈഫിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. ഓക്കെ, അവിടുത്തെ സാറായാലും മിസ്റ്റർ ജോബി സർ ആക്ച്വലി ഹീസ് ആക്ച്വലി വെരി മച്ച് സപ്പോർട്ടീവ്. അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാം വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ത്രൂ ഔട്ട് ഷൂട്ട് പോയി കഴിയുമ്പോൾ സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കണ്ടിന്യൂസ് എപ്പിസോഡ്സ് പോകണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് റിസൈൻ ചെയ്തു. ജോലിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. ആഫ്റ്റർ അവർ കുറേ വെയിറ്റ് ചെയ്തു, നമ്മൾ നോക്കി ലൊക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയെ പറ്റിയൊക്കെ. ബിക്കോസ് ഐ വാസ് ദ സീനിയർ റൈറ്റർ ദേ. സോ ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇന്ന് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല.
ഓക്കെ, അവർക്കും അതിൻ്റെതായ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും, വർക്ക് കംപ്ലീറ്റ് ആവണം, കുറേ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ വന്നപ്പോഴേക്കും അത് നോക്കി. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഡ്രീം എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം ഞാൻ ആ കമ്പനി ഞാൻ സെർവ് ചെയ്തിരുന്നു. സോ അങ്ങനെ ഒരു മൊമെൻറ്റ് വന്നു. മറ്റേ നനച്ചിരുന്ന സമയത്ത് വണ്ടി വന്നു പോയി. അപ്പോൾ അതാണ്, അപ്പോൾ വണ്ടി വന്നു, ഞാൻ കയറി, അതാണ്. പിന്നെ റിസൈൻ ചെയ്ത് പിന്നെ ത്രൂ ഔട്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടിന്യൂസ് ഷൂട്ട് പോകും. ഒരു യൂഷ്വലി 1 to 15 എന്നുള്ളൊരു ഡേറ്റിലാണ് പോവുക. നെക്സ്റ്റ് 15 ഡേയ്സ് ബ്രേക്ക്. അങ്ങനെയാണ് യൂഷ്വലി സീരിയൽസിൻ്റെ പാറ്റേൺ പോവുക. ഇനി ഇൻ കേസ് എപ്പിസോഡ് ഫിലിം ഷൂട്ടിംഗ് വേഴ്സസ് സീരിയൽ ഷൂട്ടിംഗ്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് എങ്ങനെയാണ്? ഒരു വർക്ക് കൾച്ചർ എങ്ങനെയാണ്? ഇതിപ്പോൾ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളതിനെ ഞാൻ വേർതിരിച്ച് കാണാറില്ല, സത്യം പറഞ്ഞു. ഓക്കെ, അതിപ്പം എത്ര ചെറിയ വർക്കെന്നോ വലിയ വർക്കെന്നോ അങ്ങനെയൊന്നുമില്ല, മിനി സ്ക്രീനെന്നോ ബിഗ് സ്ക്രീനെന്നോ ഒന്നുമില്ല. അൻ ആർട്ടിസ്റ്റ് ഈസ് എൻ ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ ബിലീവ് ചെയ്യുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക, അങ്ങനെയാണ് ചെയ്യേണ്ടതും. പിന്നെ ഇതിൽ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊഡക്ഷൻ പരമായിട്ടുള്ള അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഒരു ദിവസം ഇത്ര നമ്മൾ ഷൂട്ട് ചെയ്താലേ അവർക്ക് അതിൻ്റെതായ രീതിയിൽ ചാനലിന് ഹാൻഡ് ഓവർ ചെയ്യാനും എല്ലാം നടക്കുകയുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സീരിയൽ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഈ ലിമിറ്റഡ് ടൈമിൽ ഒരു ഡേയിൽ ഇത്രയും ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ട്. സിനിമയ്ക്കും അങ്ങനെ തന്നെയുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ടാണ് പോകുന്നത്. ഓക്കെ, അത് ചിലപ്പം ആ പറഞ്ഞ ഡേറ്റിൽ നിന്ന് ചിലപ്പം മുന്നോട്ട് 2 ദിവസം കൂടി തള്ളിപ്പോവാം, ചിലപ്പോൾ 15 എന്നുള്ള ചിലപ്പോൾ 16, 18 വരെയൊക്കെ പോവാം. നമ്മൾ ഇത് സിനിമയിലും ഇത് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആഫ്റ്റർ ഓൾ അതിനെ ബിഗ് സ്ക്രീൻ മിനി സ്ക്രീൻ എന്നുള്ള ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഈ സീരിയൽ ആക്ട് ചെയ്യുമ്പോൾ ഇപ്പം റിയാക്ഷൻസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് നേരം നമ്മുടെ ഫേസിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കും. ആക്ച്വലി സിനിമയിൽ പെട്ടെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഒരു റിയാക്ഷനൊക്കെ എടുത്തു പോകുമെങ്കിലും ഇതൊരു 15 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ നമ്മുടെ അതേ റിയാക്ഷൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കില്ലേ, ഫോക്കസ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെ. അപ്പോൾ അതൊരു എന്താ പറയാ, ആസ് എൻ ആക്ടർ എന്താണ് അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം? ഹൗ ടു ടാക്കിൾ, അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും? റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് അവരത് ഓക്കെ പറയായിരിക്കും. പക്ഷെ ചില സമയത്ത് അധികം റിയലിസ്റ്റിക് ആയാലും സീരിയൽ അത് പറ്റിയെന്ന് വരത്തില്ല. ഓവർ ആയി പോകും. ഓവർ ആയി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയൻസും അവർക്ക് ആവശ്യം ഇങ്ങനൊരു സംഭവമായിരിക്കാം, മേ ബി പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ നമ്മളോട് പറയും. സോ ആ ഒരു മീറ്റർ ഇത്തിരി താത്തി പിടിക്കുക, ഇത്തിരി കൂട്ടി പിടിക്കുക, അങ്ങനെയുള്ള ഒരു ഇതിൽ അവർ തന്നെ പറയും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആ ഷിഫ്റ്റിൽ നമ്മൾ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ സിനിമ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ സീരിയൽ മീഡിയം. ഓക്കെ, ആഫ്റ്റർ ഓൾ ഒരു ദിവസം നമുക്ക് ഇത്ര ടൈമേ ഉള്ളൂ, അതിനുള്ളിൽ ഇത്രയും നമ്മൾ ഷൂട്ട് ചെയ്ത് തീർക്കണം. ഓക്കെ, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏത് ഇമോഷൻസ് ആയാലും നമ്മൾ ചെയ്യുക. ഡെയിലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ഫീൽഡും നമ്മൾ പഠിക്കുക. ഇപ്പം സിനിമ മാത്രം ചെയ്ത ആൾക്ക് ഒരിക്കലും സീരിയലിനെ പറ്റി അറിയില്ലായിരിക്കും. സീരിയലും സിനിമയും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ലക്ക് തന്നെയാണ്. അത് സീരിയലിലേക്ക് വരുമ്പം ഇപ്പം മൂവി നമ്മൾ എടുക്കുകയാണെങ്കിൽ മൂവി ആക്ടിങ് ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 days 15 days ക്യാമ്പൊക്കെ വെച്ച് നമ്മൾ ഗ്രൂം ചെയ്ത് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ ചെയ്യണേ. സീരിയലിലേക്ക് വരുമ്പം അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? അത് ഓഫ് കോഴ്സ് അതുണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞല്ലോ വെരി നെക്സ്റ്റ് ഡേ ആയിരുന്നു എൻ്റെ ഫേസിൽ ക്യാമറ വെച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ടൈം എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ യൂട്യൂബിലുള്ള അതിൻ്റെ വിഷ്വൽസോ അല്ലെങ്കിൽ C5 ആപ്പിലുള്ള അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സോ കാണുക, അതിനെപ്പറ്റി ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഒരാൾ ചെയ്ത് ഒരിടത്ത് എത്തിച്ചിരിക്കുന്ന സംഭവമാണ്. അവിടുന്ന് മുന്നോട്ട് എങ്ങനെ എന്നുള്ള സംഭവം. ഓക്കെ, പിന്നെ ആഫ്റ്റർ ഓൾ നമുക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളിൽ. ഓക്കെ, നമ്മളെങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു ഓഡിയൻസിന്, അതിനൊരു യുണീക്ക് വേ ഉണ്ട് ഓരോരുത്തർക്കും. ഓക്കെ, ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പോലെ മറ്റേ ആൾക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, പക്ഷെ രണ്ടും അതിൻ്റെതായ രീതിയിൽ യൂണീക്കായിരിക്കും. നമ്മൾ പിന്നെ ഒരിക്കലും മറ്റേ ആളാവാതിരിക്കുക, അത് ഭയങ്കരമാണല്ലോ. ഇപ്പോൾ റോൾ മോഡൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലരോടും എങ്ങനെ റോൾ മോഡൽ ആരാ, അപ്പോൾ അങ്ങനെയാണോ അങ്ങനെ പറയുന്ന എനിക്കങ്ങനെ റോൾ മോഡലില്ല സത്യം പറഞ്ഞു. നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പം നമ്മളൊരു ചെറിയ സമയത്ത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മളോട് ഒരു റോൾ മോഡൽ ആക്ടർ, ഫേവറേറ്റ് ആക്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയാലും പോസിറ്റിവിറ്റി എന്നുള്ള സംഭവം ഓഫ് കോഴ്സ് വിജയ് സാറാണ്. ദളപതി വിജയ് എന്നുള്ള വ്യക്തിയാണ് സത്യം പറയാം. മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബിജു മേനോൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഒരു എന്താ പറയുക, എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റിവിറ്റി എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പയർ ആവുന്നൊരു ഫാക്ടർ എല്ലാവരിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഓഫ് കോഴ്സ് ലാലേട്ടൻ ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. നമ്മൾ പിന്നെ ഫാൻ ഷോസ് അങ്ങനെയൊന്നും അധികം അങ്ങനെ പോകാറില്ല. നമുക്ക് പിന്നെ ആ വൈബ് എൻജോയ് ചെയ്യണമെങ്കിൽ പോവാം. ഓക്കെ,
അങ്ങനെയാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഫേവറേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അധികം അങ്ങനെ പോയിട്ടില്ല. നമുക്ക് എപ്പോഴും ഈ പറയുന്ന പോലെ ചൈൽഡ്ഹുഡിലായിരിക്കും കൂടുതലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഇതിനെപ്പറ്റി ലേൺ ചെയ്യുന്നു. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു ആക്ടിങ് ലെവൽ, അതുപോലെ നമുക്ക് എന്ത് ലേൺ ചെയ്യാം അവരിൽ നിന്ന്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ നമ്മുടെ കരിയറിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും, അത്തരത്തിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവരിൽ നിന്നും പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ വേർതിരിച്ച് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, അതാണ്. ബട്ട് സ്കൂൾ ടൈമിൽ തൊട്ട് നമ്മൾ കാണുന്ന ഒരു സെലിബ്രേറ്റ് മൂഡിൽ, ആ ഒരു സെലിബ്രേഷൻ മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വിജയ് സാർ എന്ന് പറയുന്നത്. അതിന്നും അങ്ങനെ തന്നെ ഒരു പരിധി വരെ ഉണ്ട്. ശരി, ഓക്കെ. സ്റ്റിൽ സൂര്യ സാറായാലും എല്ലാം നമുക്ക് എല്ലാവരിലും അവരുടേതായ ഒരു എനർജി ഉണ്ട്. ഓക്കെ, നമുക്കത് ഏത് ഒരു ലെവലിലേക്ക് നമ്മളിലേക്ക് എത്തുന്നു, നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്താണ് ഇനി ഫ്യൂച്ചർ എൻഡേവേഴ്സ്? നെക്സ്റ്റ് ഇപ്പോൾ 1-2 സീരിയലിൻ്റെ പ്രോജക്ട്സ് വന്ന് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അതിനൊരു ഇനിഷ്യൽ ഒരു ഡിലേ ആണ്, ഇപ്പം സ്റ്റാർട്ട് ആവാനുള്ളൊരു ഡിലേ ആണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ഓഡീഷൻ ആയിരുന്നു മൂവിയുടെ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു മ്യൂസിക് വീഡിയോ പ്ലാനിലുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഫ്രണ്ട്സ് പല ഞങ്ങളുടെ കൂട്ടായ്മകൾ ചേർന്നിട്ട് ഓരോ വർക്ക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ്. ഓഫ് കോഴ്സ് ഫ്യൂച്ചറിലേക്ക് ബാക്കി പുതിയ വർക്ക്സ് എത്രയും ബിഗ് ബോസിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോവോ? പോണോ? നീ പറ. പറ, അലൻ പറയും. പോണോ? വേണ്ട, എൻ്റെ ഒരു താല്പര്യം പോകണമെന്ന് തന്നെയാണ്. ഓക്കെ, അറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരു ക്യാരക്ടർ ഇതാണല്ലോ, ക്യാരക്ടർ നമ്മുടെ ഒരു ആണ് വേറൊരു ടൈപ്പ് ഓഫ് ഷോ ആണ്. തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് പേര് ഇപ്പം അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ട് ഒരുപാട് പേര് ഇപ്പം ലൈം ലൈറ്റിലെ ഫിലിം ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പ്രൊജക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗെയിം. നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു കീ നമ്മൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അത് ലേൺ ചെയ്യുക, അതിൻ്റെതായ രീതിയിൽ അത് കൃത്യമായിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതിന് ഓഫ് കോഴ്സ് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. നമ്മൾ അതിനൊരു ഷോ എന്ന് മാത്രമേ കാണുള്ളൂ. പക്ഷേ ശരിക്കും ചിന്തിച്ചാൽ ആ ഒരു ഗെയിം തന്നെയാണ്. നമ്മൾ ആ ഗെയിം പ്ലാനിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഐഡിയലി നമ്മളത് കളിക്കണം. വിളിച്ചാൽ പോവോ? അത് ഡിപ്പെൻസ് ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നുള്ളത്. ഫാമിലിയൊക്കെ ആണ്, നമുക്ക് ഒരുപാട് മാറി നിൽക്കാനുള്ളൊരു, നമുക്കും ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഇപ്പോൾ വൈഫായാലും മദറിലോ ആയാലും ഒക്കെ വളരെ സപ്പോർട്ടീവാണ്. ഓക്കെ, ഞാനിപ്പം എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ അത്രയും എൻ്റെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു, എൻ്റെ കരിയറിലെ ഉന്നമനം ഒരുപാട് ആഗ്രഹിക്കുന്നവർ, വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഈ ഇയർ തന്നെ 2024 എനിക്ക് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഇപ്പം സീരിയലിലായാലും വളരെ നമ്പർ 1 ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരിയലിലേക്ക് തന്നെ ഒരു പാർട്ടാവാൻ പറ്റും. നല്ലൊരു TRP ഉള്ള ഒരു ഷോ ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. അതുപോലെ സി കേരളം പോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു അവാർഡ് നൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അവാർഡ് നൈറ്റിലും ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ മുന്നിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ഖുശ്ബു മാം അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എൻ്റെ വിവാഹം ഈ വർഷം തന്നെയായിരുന്നു. അപ്പം കിട്ടിയ പാർട്ണർ ആളായാലും അത്രയും കലാപരമായിട്ടുള്ള രംഗത്ത് ഷീസ് എ ഡാൻസർ, ഭരതനാട്യം ആർട്ടിസ്റ്റാണ്. അപ്പം ആളും അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ 2024 പോലെ തന്നെ എല്ലാ വർഷവും ആവട്ടെ. ഫ്യൂച്ചർ എൻഡേവേഴ്സിന് എല്ലാവിധ ആശംസകളും. അപ്പം ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയ്ക്ക് വന്നതിന് ഒരുപാട് നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.